പാനിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ഇതുപോലെ വിതറിയിട്ട് ഉരുക്കിയെടുക്കാം. ഇതുപോലെ പത വന്നതിന് ശേഷം 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. കാരമൽ സിറപ്പ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് പകുതി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 3/4 കപ്പ് ഓറഞ്ച് ജ്യൂസും 3 സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമും ചേർത്ത് നല്ലതുപോലെ അലിയിച്ചെടുക്കാം. ഇതേ രീതിയിലാവുമ്പോൾ 1 കപ്പ് ഉണക്ക കറുത്ത മുന്തിരിയും 1/2 കപ്പ് ചെറി കട്ട് ചെയ്തതും 1 കപ്പോളം 3 കളർ ടൂട്ടി ഫ്രൂട്ടിയും 1/2 കപ്പ് ഈന്തപ്പഴവും 3/4 കപ്പ് അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. അരിപ്പിലേക്ക് 2/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 2/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് അരിച്ചെടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. 3/4 കപ്പ് ബ്രൗൺ ഷുഗറും 7 ഏലക്കയും 3 പട്ട 8 ഗ്രാമ്പൂ ചെറിയ കഷ്ണം ജാതിക്കയും ചുക്കും ഇട്ട് പൊടിച്ചെടുക്കാം. ബൗളിലേക്ക് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം പൊടിച്ച പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ഇട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. 3/4 ടീസ്പൂൺ പ്ലം എസൻസ്, 3/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ്, 3/4 ടീസ്പൂൺ വാനില എസൻസും നേരത്തെ മാറ്റിവെച്ച കാരമൽ സിറപ്പ് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അരിച്ച് മാറ്റിവെച്ച മാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. തണുക്കാൻ മാറ്റിവെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഈ സമയം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ ഷുഗർ സിറപ്പും 1 സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ചെറിയൊരു പാത്രം വെച്ച് അടച്ച് 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ബ്രഷ് ചെയ്തെടുക്കാം. കുറച്ച് മൈദയും വിതറി സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നല്ലതുപോലെ ഇളകി വരാൻ ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ അത്യാവശ്യം നല്ല കട്ടിക്കിരിക്കണം ഈ കേക്കിൻ്റെ ബാറ്റർ. പകുതി ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകളിൽ ചെറി ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഉണക്ക കറുത്ത മുന്തിരിയും വെച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കൂടി വെച്ച് കൊടുക്കാം. നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന പാത്രത്തിനകത്തേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. രണ്ടും ഇറക്കി വെച്ച് അടച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. തുറന്ന് നോക്കാം. കേക്ക് റെഡിയായിട്ടുണ്ട്. മറ്റേ കേക്കും നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. 2 കേക്ക് നല്ലതുപോലെ തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. കട്ട് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാതെയും ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് നല്ല അടിപൊളി പ്ലം കേക്ക് ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം.